ഇത്തരം ആളുകളെ കൂടെ കൂട്ടരുത്. ജീവിതത്തിൽ നിന്ന് ചിലതരം ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ ചാണക്യൻ ഉപദേശിക്കുന്നു. തക്ക സമയത്ത് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കും. വഞ്ചകിയായ ഭാര്യ. ഭർത്താവിനെ ചതിക്കുകയോ അന്യപുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്ന ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം സ്ത്രീകൾ ഭർത്താവിനെ ഒറ്റിക്കൊടുക്കാനും കുടുംബത്തിന് അപമാനം വരുത്താനും വരെ മടിക്കില്ല. വഞ്ചകനായ സേവകൻ. വഞ്ചിക്കുന്ന സേവകരെ ഒഴിവാക്കുക. അവർ അവരുടെ ആവശ്യത്തിനായി നിങ്ങളുടെ ജീവനെടുക്കാൻ വരെ മടിച്ചേക്കില്ല. അതിനാൽ നിങ്ങളുടെ സേവകരുടെ വിശ്വാസ്യത പരിശോധിച്ചതിനു ശേഷം മാത്രം അവരെ കൂടെ താമസിപ്പിക്കുക. വ്യാജ സുഹൃത്ത്. പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഒരു വ്യാജ സുഹൃത്ത് നിങ്ങളെ മുതലെടുക്കുകയും നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുകയും ചെയ്യുന്നു. മുതലെടുക്കുന്നവരെ വീട്ടിൽ ഒരിക്കലും ആതിഥ്യമരുളരുത്. വിശ്വസിക്കാൻ യോഗ്യരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളെ മാത്രമേ നിങ്ങൾ അടുപ്പിക്കാവൂ. മുതലെടുക്കുന്നവർ സ്വാർത്ഥലാഭത്തിനായി അവർ നിങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ മടിച്ചേക്കില്ല. തിന്മ ചെയ്യുന്നവർ ജീവിതത്തിൽ വിശ്വാസയോഗ്യരല്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ഒരിക്കലും ആതിഥ്യമരുളരുത്. വ്യാജന്മാർ. തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർക്ക് മുന്നിൽ മറച്ചുവെക്കുന്ന ധാരാളം ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങേയറ്റം സത്യസന്ധരായിരിക്കും. എന്നാൽ അവസരം കിട്ടുമ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരുമാണ്. ഇത്തരക്കാരെ ജീവിതത്തിൽ അടുപ്പിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്